കുസാറ്റിലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ അജിൽ കോട്ടായിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജിൽ കോട്ടായിൽ, അങ്ങയോട് ആമുഖമായ ഒരു ചോദ്യം. ഇത്തരം ദുരന്ത പ്രദേശങ്ങളിൽ ശാസ്ത്രത്തിൻ്റെ, ശാസ്ത്രകാരന്മാരുടെ, ശാസ്ത്ര സംഘങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ ആവശ്യകത എത്ര കണ്ടാണ്? ആദ്യമേ തന്നെ ഇതിനുത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ മാറി വരുന്ന കാലാവസ്ഥയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മൺസൂൺ മഴയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ഏത് പ്രദേശങ്ങൾ നോക്കിയാലും അതിതീവ്രമായ മഴയാണിപ്പം മൺസൂൺ കാലത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരള തീരം ഉൾപ്പെടുന്ന സൗത്ത് വെസ്റ്റ് കോസ്റ്റ്, നമ്മുടെ കേരള തീരത്ത് ഉൾപ്പെടുന്ന ഒരു സൗത്ത് വെസ്റ്റ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പാർട്ടായിട്ട് എടുക്കുന്ന നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സിഗ്നൽ വളരെ കൃത്യമാണ്. അതിന് സുപ്രധാന കാരണം നമ്മുടെ ഈ ഒരു കേരള തീരത്തുണ്ടാകുന്ന ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണത്തിലുള്ള മാറ്റം, അതുവഴി നമ്മുടെ ഈ കേരള തീരത്തുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ക്ലൗഡുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ആ ക്ലൗഡ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, ഈ രണ്ട് മാറ്റങ്ങളും തീർച്ചയായിട്ടും ഒരു ക്ലൈമറ്റ് ചേഞ്ച് സിഗ്നലായിട്ട് തന്നെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ശാസ്ത്രീയമായിട്ട് പല പഠനങ്ങളിലൂടെയും അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വെസ്റ്റ് കോസ്റ്റിൽ നമ്മുടെ വെസ്റ്റ് കോസ്റ്റിലെ മുഴുവൻ സ്ഥലം എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ കേരള തീരത്താണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം സയൻറ്റിഫിക്കായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ അറേബ്യൻ സീയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതായത് അറേബ്യൻ സീയുടെ ഉപരിതലത്തുണ്ടാകുന്ന ചൂടിൻ്റെ വ്യത്യാസങ്ങളാണ് ശരിക്കും വളരെ അതിന് ഒരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അത് നമുക്ക് പല ഡേറ്റകൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഏകദേശം 2010 ശേഷം ഈ അറേബ്യൻ സീയിലുണ്ടാകുന്ന വാർമിംഗ്, അതായത് നമ്മുടെ കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയിലുണ്ടാകുന്ന വാർമിംഗ് നമ്മുടെ ഈ കേരള തീരത്തുള്ള ബാഷ്പവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ 2010 മുമ്പ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്കുണ്ടായിരുന്നില്ല. അതായത് അറേബ്യൻ സീയിലെ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് അതേപോലെ തന്നെ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള തീരത്തുണ്ടാകുന്ന ബാഷ്പത്തിൻ്റെ കേന്ദ്രീകരണവും. പക്ഷേ 2010 ശേഷം ആ ഒരു സിനാരിയോ മാറി വളരെ ടൈറ്റായിട്ട്, അതായത് അറേബ്യൻ സീയുടെ വാർമിംഗ് കൂടി തന്നെ ഇവിടുത്തെ നമ്മുടെ ഈ കേരള തീരത്തുണ്ടാകുന്ന ബാഷ്പത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് സിഗ്നൽ, അതായത് പണ്ട് തന്നെ 10-40 കൊല്ലം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വാർമിംഗ്, അതായത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി കൂടുകയും അതുവഴി അതിശക്തമായ മേഘങ്ങളുണ്ടാകുകയും ആ മേഘങ്ങൾ വഴി അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കേരള തീരത്താണ് ഈ ഒരു മാറ്റങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. അത് ശരിക്കും 2018 ഈ മാറ്റങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങി. 2019 ആവർത്തിച്ചു. പിന്നെയുള്ള ഈ വർഷങ്ങൾ 2024 വരെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൺസൂണിൻ്റെ ഒരു സജീവ ഘട്ടത്തിലേക്ക് കൂടി കടക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കാര്യം ഒരു ഹെവി റെയിൻ എപ്പിസോഡ് കൂടി എന്താണെങ്കിലും ഓഗസ്റ്റോ സെപ്റ്റംബർ മാസങ്ങളിലോ നമുക്ക് ലഭിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള ഇക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള റീജിയൻസിൽ ഇതേപോലുള്ള അപകടങ്ങൾ നമുക്ക് വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ശരിക്കും പൊതുവെ നമ്മുടെ ഒരു കാലാവസ്ഥാപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി താങ്കൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, പുരോഗമനമായിട്ടുള്ള മലയാള മനോരമ ദിനപത്രത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയ ഒരു പങ്ക്തി വായിച്ചു. അങ്ങ് പറഞ്ഞതിനോട് ചേർത്താണ്, ഗാഡ്ഗിലും കസ്തൂരിരംഗനും പറഞ്ഞതിലും എത്രയോ ഏറെയാണ് ദുരന്ത സാധ്യത. അണക്കെട്ട് പൊട്ടാതെ അണയും ജലവും കൂടി അതിരിക്കുന്ന ഭൂമിപടലത്തെ താഴേക്ക് നിരക്കി നീക്കുകയാണെങ്കിലോ എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ആരെയും ആശങ്കപ്പെടുത്താനല്ല, ആരെയും പേടിപ്പിക്കാനല്ല, പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം പോലും വരാനിരിക്കുന്നതിൻ്റെ സൂചനയുണ്ടോ എന്നാണ്. അതെ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് നമ്മളിനി പ്രതീക്ഷിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലാണെങ്കിലും മൺസൂൺ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഹെവി റെയിൻ എപ്പിസോഡുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ദുരന്തങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം.
ഉണ്ടാകുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ ട്രെൻഡ് നമുക്ക് കാണിക്കുന്നത്. പണ്ടൊന്നും ഒരു 10, 20 അല്ലെങ്കിൽ 15 കൊല്ലം വരെ നമുക്ക് മഴ എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അതിനൊരു സൈക്കിളുണ്ട്. ഇടയ്ക്ക് അതിശക്തമായിട്ട് പെയ്യും, ഇടയ്ക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞിരിക്കും. പക്ഷേ ഇതൊരു പീരിയോഡിക് ആയിട്ടുള്ളൊരു സൈക്കിളാണ് മൺസൂൺ എന്ന് പറയുന്നത്. അത് പണ്ട് കാലങ്ങളിലുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ പീരിയോഡിക്കായിട്ട് മാറുന്ന സൈക്കിളിനിടയിൽ ഈ അതിശക്തമായിട്ടുള്ളൊരു മഴയുടെ സ്വാധീനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വളരെ ചുരുങ്ങിയ സമയത്തുള്ള അതിതീവ്രമായ മഴ പെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തന്നെ മെയ് ലാസ്റ്റ് വീക്കിൽ ആണ് നമ്മുടെ കുസാറ്റിൽ തന്നെ ഒരു ഒബ്സർവേറ്ററി ഏകദേശം ക്ലൗഡ് ബസ്റ്റ് ഇവൻറ്റ് ഡിറ്റക്റ്റ് ചെയ്തു. അതായത് ഏകദേശം 1 മണിക്കൂറിൽ ഏകദേശം 102 മില്ലിമീറ്ററോളം മഴ നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇതേപോലൊരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തും ഉണ്ടായത്. ഒരു വളരെ കുറഞ്ഞൊരു സമയത്തുള്ള അതിതീവ്രമായ മഴ പെയ്ത് ഏകദേശം 300-400 സെൻറ്റിമീറ്ററോളം മഴ ഒരു സ്ഥലത്ത് ലഭിച്ചിരിക്കുന്നു. അതല്ലാതെ തന്നെ വളരെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി 2-3 ആഴ്ചകളായിട്ട് വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ അതിശക്തമായിട്ടുള്ള മഴ മുൻപ് പെയ്ത മഴ കൊണ്ട് തന്നെ അവിടുത്തെ ഇക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഏരിയയ്ക്ക് ഒന്നുകൂടെ അതിൻ്റെ ഡേഞ്ചർ ഓൾറെഡി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ അതിശക്തമായിട്ടുള്ള മഴ ഈ ഒരു ഹെവി റെയിൻ എപ്പിസോഡ് ഉണ്ടായപ്പോൾ സംഭവിച്ച സ്വാഭാവിക ഒരു ദുരന്തമാണ് ശരിക്കും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങയോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാമോ? തീർച്ചയായിട്ടും ഒരു പുരോഗമന ശാസ്ത്ര സമൂഹത്തിന് എൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സയൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്, അല്ലേ? പുതിയ എൻക്വയറി നടത്താനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഗവൺമെൻറ് തലത്തിൽ അത് അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ഒരു ഓർഡർ ആയിരിക്കാം. പക്ഷേ അത് ഗവൺമെൻറ് അത് ഇടപെട്ട് മാറ്റിയത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം സയൻസ് ഉണ്ടെങ്കിലേ, ഇപ്പം സയൻസിന് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഇന്നൊവേഷൻസ് ഇല്ല. അപ്പോൾ സയൻസ് ഉണ്ടെങ്കിലേ ഇന്നൊവേഷൻസ് ഉണ്ടാവുള്ളൂ. ഇന്നൊവേഷൻസിൽ നിന്ന് നമുക്ക് പലതിനും പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നെങ്കിൽ പോലും അത് വളരെ പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെട്ട് പിൻവലിച്ച് സാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ തുടർന്നോളൂ. സഹതാർഹമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും സയൻസ് വഴി എന്താണ് ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിന് വളരെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഇൻ്റർപ്രിട്ടേഷനുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലടങ്ങിയിരുന്നു. അതിലൊന്ന്, നമ്മൾ ആ ഒരു പ്രദേശത്തേക്ക് വിസിറ്റ് ചെയ്യാൻ പാടില്ല, അവിടെ സയൻറ്റിഫിക്കായിട്ടൊന്നും നടത്താൻ പാടില്ല, സയൻസ് നടത്തണമെങ്കിൽ തന്നെ ഒരു പ്രയർ പെർമിഷൻ എടുക്കണം. അങ്ങനെയുള്ള കുറച്ച് വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ജനങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റിനോട് ഒരു സിസ്റ്റത്തിനോടുള്ള വിശ്വാസ്യത കുറയ്ക്കുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് വളരെയധികം പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായത് പിൻവലിച്ചത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇതേപോലുള്ള കാര്യങ്ങൾ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.